നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും പ്രതീക്ഷകളുമൊക്കെ പൂണിയാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ വലിയ ഭാഗ്യം ഒന്നുചേരുന്ന സമയമാണ്. രാജയോഗ സമാനമായിട്ടുള്ള ഒരു സമയം എന്ന് വേണം ഇതിനെ കുറിച്ച് പറയാൻ. ഇവരുടെ സ്വപ്നങ്ങൾ, ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ പൂണിയാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോ കുടുംബത്തിലെ ആരെങ്കിലും ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകളാണെങ്കിൽ ആ വീട്ടിൽ വലിയ ഭാഗ്യം, രാജയോഗ സമാനമായിട്ടുള്ള ഭാഗ്യം വരാൻ പോകുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ കയറി വരുന്ന സമയം കൂടിയാണ്. ഏറെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും വളരെ എളുപ്പത്തിലും ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ പോകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ മഹാഭാഗ്യം, സൗഭാഗ്യം ഒക്കെ വന്നു ചേരാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപാർവതി പൂജകൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി മനസ്സിൽ പ്രാർത്ഥിച്ച് എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം തെളിയുന്ന സമയമാണ്. ഭഗവാന് വഴിപാടുകൾ, ധാര വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കൂളമാല ചാർത്തുക. വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുകയും ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാരിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് അവരുടെ ഒരുപാട് നാളത്തെ കഠിനമായ പരിശ്രമത്തിനും പ്രാർത്ഥനകൾക്കും ഫലമായി വലിയ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നുകിടുന്നു. വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നടക്കാൻ പോകുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഏർപ്പെടുന്ന മേഖലകളിൽ, കർമ്മ മേഖലകളിലൊക്കെ വിജയം കുറഞ്ഞൊന്നും ഇവർക്ക് ലഭിക്കുകയില്ല. വലിയ വിജയങ്ങൾ തേടി വരാൻ പോകുന്ന, ശക്തമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, തോറ്റുപോയി എന്ന് കരുതിയിരുന്ന സമയത്താണ് പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ജീവിതം തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൗഭാഗ്യ വർധനവ്, വിജയിച്ച് കയറാനുള്ള അവസരമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പുതിയ ഒരു കാലഘട്ടത്തിന്റെ തുടക്കം ആണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളിൽ കൊണ്ട് വലഞ്ഞ ആളുകൾക്ക് രോഗശാന്തി വന്നു ചേരുന്നു. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്നു. ബിസിനസ് സംബന്ധമായി വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. വലിയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. ഒട്ടനവധി ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന, വലിയ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും മിന്നുന്ന വിജയവുമൊക്കെ ഇവർക്കുണ്ടാകും. ഏറ്റവും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ ഐശ്വര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന, എല്ലാ വിധത്തിലുള്ള ശത്രുദോഷമൊക്കെ മാറി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം കൊണ്ടും ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യവും മഹാഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെയൊക്കെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള
കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ശത്രുദോഷമൊക്കെ മാറുന്നു. മനസ്സിൽ ഒട്ടേറെ ആകുലതകൾ അനുഭവിച്ച, ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്നു. എല്ലാവിധ പ്രയാസങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ്. കടബാധ്യതകളൊക്കെ തീരും. എല്ലാവിധ പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ അവസാനിച്ചുകൊണ്ട് വീട്ടിൽ സമാധാന അന്തരീക്ഷം കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. വലിയ വിജയം ഇവർക്കുണ്ടാകുന്നു. മക്കൾക്ക് ഏറ്റവും അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നു. വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുന്നു. മത്സര പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഉദ്യോഗം ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ തെളിഞ്ഞു വരുന്ന സമയമാണ്. ജീവിതത്തിൽ അനുകൂലമായ സമയം വന്നു ചേരുന്നു. ഐശ്വര്യവർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മഹാരാജയോഗ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഏറ്റവും എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയും ചെയ്യുന്ന, സാമ്പത്തിക കഷ്ടതകളൊക്കെ മാറി, ദുരിതങ്ങളൊക്കെ മാറി ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ച് കാണുന്ന, അംഗീകാരമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും പലവിധത്തിലുള്ള വിഷമതകൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം ഇവർക്ക് ചേരും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളുകളായി മനപ്രയാസം കൊണ്ട് അനുഭവിച്ച ആളുകൾക്ക് ആ പ്രയാസങ്ങളൊക്കെ മാറി ഈശ്വരന്റെ കടാക്ഷത്തിലൂടെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യ വർധനവ് ഇവർക്ക് വന്നു ചേർന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേർന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർത നക്ഷത്രമാണ്. പുണർത നക്ഷത്രക്കാർക്ക് അതിശക്തമായ ആഗ്രഹങ്ങൾ, നടന്നു കിട്ടാത്ത കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം, മഹൈശ്വര്യം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്നു. രാജകീയ സൗഭാഗ്യത്തോടുകൂടി ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശയാത്ര ചെയ്യുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും അനുകൂലമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. വളരെ നാളുകളായി മനസ്സമാധാനമില്ലാതെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുകയും മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ തെളിയുകയും ചെയ്യുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുകയും മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.